ഇതെന്താ ഈ പാട്ടൊക്കെ? എന്റെ ഏട്ടത്തി, ഇതിനൊക്കെ എങ്ങനെ ഷോക്കാവാൻ തുടങ്ങിയല്ലോ. ഇനി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ പൂരം. ദേ ഇപ്പൊ നോക്കിക്കോ, ലൈറ്റ്സ് ഓൺ. കേട്ടാ? ഇനി താമസിക്കണ്ട, വേഗം പോയിട്ട് വരാം. അഖിലേ, ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ മീറ്റിംഗ് ആണെങ്കിൽ ഈ ഫയലും കൂടെ കൊണ്ടുവയ്ക്കും, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കല്യാണി, അങ്ങോട്ട് നോക്കി. ശ്രീലക്ഷ്മി, ഹായ് കല്യാണി. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഇതെങ്ങനെ? ഞാൻ തന്നെയാ ശ്രീലക്ഷ്മി അറിയിച്ചത്. എന്റെ ഏട്ടത്തിയുടെ ഫ്രണ്ടായിട്ടോ ആരെങ്കിലൊക്കെ വേണ്ടേ? അല്ലേ ശ്രീലക്ഷ്മി? താങ്ക് യു അനിയ കുഞ്ഞെ. വാ, അങ്ങോട്ടിരിക്കെ. ബ്രോയുടെ ചങ്ക് മണിമംഗലം ബിൽഡേഴ്സ് MD സുധി. അന്ന് ഞാൻ സെലക്ട് ചെയ്ത നെക്ലസ് അടിച്ചു മാറ്റിയതിന് പിന്നിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലേ? എനിവേ, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഓ, താങ്ക്സ് ബ്രോ. കൺഗ്രാറ്റ്സ് കല്യാണി. താങ്ക് യു ബ്രോ. ഹലോ. ഹായ് സുധി. അങ്ങോട്ട് ഇരിക്കെ. അഖില ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടെന്ന കാര്യം അരവിന്ദനെ വിളിച്ചറിയിക്കുന്നത് നന്നായിരിക്കും. Come on, pick up the phone. ഫോൺ എടുക്കുന്നില്ലല്ലോ. ആനന്ദെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിതമല്ലേ, പരീക്ഷിക്കപ്പെടാം, പരാജയപ്പെടാം, പിന്തള്ളാം, പ്രതിസന്ധികളുണ്ടാവും. മനുഷ്യനല്ലേ മറികടക്കാൻ പറ്റും. അതെല്ലാം നേരിടാനും കഴിയട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ അനന്തകൃഷ്ണൻ. താങ്ക് യു സർ. താങ്ക് യു സർ. അവിടെ ഹേയ് ശ്രീലക്ഷ്മി. ഇതായിരുന്നു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. ശ്രീലക്ഷ്മി ഇങ്ങോട്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരായിരുന്നല്ലോ. ഇന്നിവിടെ എത്തിച്ചേർന്ന എന്റെ ബ്രോയുടെ എല്ലാ ഇന്റിമേറ്റ് ഫ്രണ്ട്സിനും ഞാനൊരു വലിയ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ദയവായി ആരും ഈ ഫംഗ്ഷൻ ഷൂട്ട് ചെയ്യരുത്. അപ്പോ നിങ്ങളുടെ മൊബൈൽ പറ്റുമെങ്കിൽ കുറച്ച് നേരത്തേക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. സ്വിച്ച് ഓഫ് ചെയ്തോ അവിടെ? താങ്ക് യു സോ മച്ച്. കോടാനുകോടി നന്മയുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ്.
ദ്രോഹം ചെയ്യുന്നവർക്കും നല്ലതേ വരാവൂ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് എൻ്റെ ഏട്ടത്തിക്ക്. ഭൂമിയോളം ക്ഷമയും അമ്മയോളം വാത്സല്യമുള്ള ഇതുപോലുള്ള പെൺകുട്ടികൾ ഇന്ന് വളരെ ചുരുക്കമാണല്ലേ? I'm okay. അല്ല ഏട്ടത്തി, ഏയ് ഇത് ഇമോഷണൽ ആകാനുള്ള സമയമല്ല. ബി ഹാപ്പി മാൻ. ലെറ്റ്സ് എൻജോയ് ദിസ് ടൈം. കം ഓൺ. അതെ അതെ, ഇപ്പൊ നമ്മള് ആനന്ദിന്റെയും കല്യാണിയുടെയും ഈ റിസപ്ഷൻ അടിച്ച് പൊളിക്കുന്നു. എന്താ? പിന്നല്ല. ദാറ്റ്സ് ഇറ്റ് മാൻ. ശിവനും പാർവതിയും പോലെ, റോമിയോ ജൂലിയറ്റ് പോലെ, കാഞ്ചനയും മൊയ്തീനും പോലെ ആനന്ദ് കല്യാണി ജോഡി പ്രണയത്തിന്റെ ഹിറ്റ് ലിസ്റ്റ് നാളെ സ്ഥാനം പിടിച്ചെന്ന് വരും. അതുകൊണ്ട് ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ട്? അതെ സർ, വിദേശത്തൊക്കെ പോയി പഠിച്ചു വന്ന സർ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു കാണുമല്ലോ. അവരോടൊന്നും തോന്നാത്ത പ്രണയം കല്യാണിയോട് തോന്നാൻ കാരണം? കറക്റ്റ് ചോദ്യം. പ്രോപ്പെട്ടു. ഈ ചോദ്യം ഞാൻ ഒരുപാട് പ്രാവശ്യം വല്യകുഞ്ഞിനോട് ചോദിച്ചിട്ടുള്ളതാ. വല്യകുഞ്ഞ് ഇതുവരെ അതിനുള്ള ഉത്തരം തന്നിട്ടില്ല. കല്യാണി, നീ അതോർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആനന്ദ് അതിനുള്ള മറുപടി പറയും. ഏയ് ആനന്ദ്, പറയടാ. ഒന്ന് പാറ ബ്രോ. അതുകൊണ്ട് കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ കല്യാണിയെ അന്നും ഇന്നും ഇഷ്ടപ്പെടുന്നു. അതാണ് സത്യം. ഈ ശ്വാസം നിലയ്ക്കും വരെ കല്യാണിയോടുള്ള എന്റെ പ്രണയത്തിന് ഒരേറ്റക്കുറച്ചിലും ഉണ്ടാവില്ല. ചെക്കനും പെണ്ണും ടെൻഷൻ അടിച്ച് ചങ്കുപറിച്ച് ചേർന്നൊരു കല്യാണം. ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. തകിലടിയോ നിറപടിയോ മധുരവിടെ. കൃഷ്ണേട്ടൻ. ഹലോ. ഓ, അതിനിപ്പോ മാറാനൊന്നും പോകുന്നില്ല. പലതരം ഫുഡൊക്കെ ഉണ്ടാവും, പക്ഷേ ഒന്നിന്റെയും തൊണ്ടയിൽ നിന്ന് അതങ്ങോട്ട് ഇറങ്ങില്ല. ഷോ, അതിനു മുമ്പ് അഖിലാണ്ടേശ്വരി അങ്ങ് എത്തില്ലേ? നടക്കുന്നത് ബിസിനസ് മീറ്റിംഗ് അല്ല, അടുക്കളക്കാരിയുടെയും മകന്റെയും അഴിഞ്ഞാട്ടമാണെന്ന് അറിയുമ്പോ
ഓ അഖിലാണ്ടേശ്വരി ഇങ്ങനെ തീച്ചാമുണ്ടിയായി മാറും. പിന്നെ തീയാട്ടായി, കുരുതിയായി, ദാരികാവധം, ചോരയുടെ ഒരു പ്രളയമായിരിക്കും അല്ലേ? അയ്യോ. ഒന്നുമില്ല അഖില. ഇപ്പൊ നെഞ്ചുവേദന ഉണ്ടോ? ഇപ്പൊ ആശ്വാസമുണ്ട്. എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അഖില, എന്താ കൃഷ്ണേട്ടാ? വേദന ഇപ്പൊ തീർത്തും മാറി. ഇനി ഹോസ്പിറ്റലിൽ പോണ്ട. എന്തായാലും പോയേക്കാം. ഒരു ചെക്കപ്പ് വേണം. അത് വേണ്ട അഖില. എന്താ കൃഷ്ണേട്ടാ ഈ പറയുന്നേ? നമുക്ക് ഡോക്ടറെ കാണാം. ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? എന്താ കുഴപ്പം? കൃഷ്ണേട്ടൻ അറിയോ, ഈ അഖിലയുടെ ലോകം ഇതാ. ഇങ്ങേർക്കെല്ലാം അറിയാലോ. മനസ്സിലാവുന്നുമില്ല. എന്റെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. ഇപ്പൊ വേദന ഒന്നുമില്ല. ഒരു ചെക്കപ്പിന്റെ ആവശ്യം തീരെയില്ല. കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. ശരി, കൃഷ്ണേട്ടൻ റെസ്റ്റ് എടുക്ക. ഞാൻ ഇവിടെ തന്നെ ഇരുന്നേക്കാം. കൃഷ്ണേട്ടന്റെ അടുത്ത് തന്നെ ഇരിക്കാം. മാറി നിക്കടി. പ്രതീക്ഷകളും തകരും. അതുകൊണ്ട് അവളെ വെറുതെ വിടരുത്. വെറുതെ വിട്ടാൽ അവള് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും നമ്മളെ. അവക്കേ വിസ വേണ്ടാത്ത ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കാം, അങ്ങ് പരലോകത്തേക്കുള്ളത്. ഒന്നുമില്ല, ഒരു പുസ്തകം എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ ഓർക്കം വരും. ചിലർക്ക് അങ്ങനെയും ചില അനുഗ്രഹങ്ങളുണ്ട്. പുസ്തക വായന എനിക്കൊരു അനുഗ്രഹം. ഓഹോ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? പാവം. ഭർത്താവിന് ഒരു ബ്രോ മാത്രമാ ലോകം, രാമനെയും ലക്ഷ്മണനെയും പോലെ. ഇതിനിടയ്ക്ക് മറ്റെന്തിനാ നേരം? ഓ, ഇനി പരിഭവിച്ചോ? അതെ, വേണ്ട 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 കേട്ടോ. ഇനി അതിനു വേണ്ടി പരിഭവിക്കണം. ഇതെന്തു പറ്റി? എന്റെ മുന്നിലിരിക്കുന്നത് അരവിന്ദ് തന്നെയാണോ? സംശയിക്കണ്ട, ഞാൻ തന്നെ. എടി, നമുക്കും വേണ്ടേ തൃച്ചംബരത്തെ മുറ്റത്തെ പൊടിമണലില് ചിത്രം വരയ്ക്കാൻ രണ്ട് കുഞ്ഞിക്കാലുകള്? നമുക്കും വേണ്ടേ തൊട്ടിലും ധാരാട്ടുപാട്ടുകളൊക്കെ? ബ്രോയുടെ കല്യാണം അവിടെ നിൽക്കട്ടെ. നമ്മുടെ നല്ല പ്രായം അങ്ങ് പോവും. അതാ ഞാൻ പറഞ്ഞേ. നീ എന്തെങ്ങനെ നോക്കുന്ന? ഈ വാക്കുകളിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ അരവിന്ദ്? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത് പുരുഷന്മാരുടെ കണ്ണുകളില്ല. ആ കണ്ണുകളിൽ നിന്ന് അവർ സത്യം തിരിച്ചറിയും. അത് തന്നെയാ പെണ്ണിന്റെ കഴിവ്. നന്ദനെ, നീ എന്തൊക്കെ പറയുന്നേ? കാലുകളെ സ്വപ്നം കാണാനും അവർക്ക് താരാട്ടുപാട്ട് പാടാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരു ഭാര്യയുടെ ധർമ്മം പാലിക്കാനുള്ളതാണ്. ആ വാക്ക് പാലിക്കപ്പെടണം. അതാണ് ശരി.
മാഡം, ഇത് മിസ്റ്റർ ജയശങ്കർ. ഹലോ മാഡം. പർച്ചേസിംഗ് മാനേജറാണ്. ഇത് മിസ്റ്റർ തോമസ് മാത്യു, സെയിൽസ് മാനേജറാണ്. ഹലോ മാഡം. ഹലോ. ഇത് മിസ്റ്റർ ഹരിശങ്കർ, മാർക്കറ്റിംഗ് മാനേജർ. ഹലോ മാഡം. ഓക്കെ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. എന്നെ കൊണ്ട് കടും കൈയൊന്നും ചെയ്യിപ്പിക്കരുത്. മര്യാദയ്ക്ക് പുറത്തു പോ. പോവില്ലെന്ന് പറഞ്ഞില്ലേ? ഈ കൈയുടെ ചൂട് പല പ്രാവശ്യം നീ അറിഞ്ഞിട്ടുള്ളതാ. ഇനി എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ഛീ, എഴുന്നേക്കണേ അവിടുന്ന്. എഴുന്നേക്ക. ഇവിടെ ഇതിപ്പോ എന്താ നടന്നത്? എന്താ വരുന്നുണ്ട്? ആനന്ദ്, ആനന്ദ് എന്നെ നാണം കെടുത്തി. ഓഫീസ് സ്റ്റാഫുകളുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിച്ചു. കഴുത്തിന് പിടിച്ച് വെളി തള്ളി. ഇങ്ങനെ നാണം കെട്ടിട്ട് എന്തിനു ജീവിക്കണം ആന്റി? അല്ലെങ്കിലും നിന്നെ കാണുമ്പോ ആനന്ദിന് ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണല്ലോ. ഗംഗേ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്നോട് പറ. ആ സ്റ്റാഫുകളുടെ മുൻപിൽ നഷ്ടപ്പെട്ട മാനം എനിക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ഇവിടെ ഒരു നാടകം കളിക്കാൻ പോവാ. നാടകോ? ആ, ഇത് സ്റ്റേജിൽ കളിക്കുന്ന നാടകമൊന്നും അല്ല. ഈ നാടകം അരങ്ങേറാൻ പോകുന്നത് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിലാ. അതിന്റെ ക്ലൈമാക്സ് നീ കണ്ടറിഞ്ഞോ? രംഗം 1. ഗംഗ തന്റെ മുറിയിലേക്ക് കേറി മുറിയടച്ചിരിക്കുന്നു. ബാക്കി രംഗങ്ങൾ കൂടി കേട്ടോ. വാ. കേൾക്കുന്നില്ലേ? അഖിലയുടെ റിയാക്ഷൻ അത്ര പോരല്ലോ. ചേച്ചി, ഇവരെന്താ അനങ്ങാപ്പാറ പോലെ നിക്കുന്നേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫീലിങ്സും ഇല്ലേ? ചേച്ചി, അയ്യോ, വീണ്ടും വിചാരമൊന്നും ഇല്ലാത്ത പെണ്ണ. നമ്മളെ വിശ്വസിച്ച് വന്നു നിൽക്കുന്ന പെണ്ണല്ലേ? വല്ല കടുങ്കയും ചെയ്താ. വാ. ഗംഗ, അയ്യോ ഗംഗേ, വാതില് തുറക്ക്. തുറക്കാൻ. ഗംഗ, വാതിൽ തുറക്കാൻ. ഗംഗേ,
ശ്ശോ, നാടകം കളിക്കാൻ പറഞ്ഞിട്ട് ഇവൾ ഇത് ഓവർ ആക്കുകയാണല്ലോ. ഗംഗാ? ശ്ശോ. ഗംഗ വാതിൽ തുറക്ക്. ഗംഗ വാതിൽ തുറക്കാൻ. ഈ വാതിൽ തുറക്ക്. എന്തിനിവിടെ പരിഹാരം ഉണ്ടല്ലോ. നീ അഖിലാണ്ടേശ്വരിയുടെ മരുമകള. ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തും. സമാധാനപ്പെട. ഇതാണ് വിലാസിനി. എന്നെ എതിർക്കുന്നവർ ആരായാലും അവരെ ഞാൻ ഇങ്ങനെ പമ്പരം പോലെ കറക്കിക്കൊണ്ടിരിക്കും. കഥ പോകുന്നു. കാര്യമൊന്നുമില്ലാതെ അഡ്വക്കേറ്റിനെ കാണുന്ന എന്തിനാച്ച? അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. അഡ്വക്കേറ്റിനെ കാണേണ്ട വിഷയം ഉണ്ടെങ്കിൽ അത് ഞാൻ അപ്പ പറയാം. ഒരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് നിന്നോട് പറയാനുണ്ട്. നീ ഇരിക്കും. ഗംഗേ, അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? ഗംഗയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിരിക്കുന്നു. അവൾ ഇവിടുത്തെ മൂത്ത മരുമകളാണെന്ന് ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല എന്ന് തെളിയിക്കാനാ എന്റെ ഈ തീരുമാനം. ചേച്ചി, ഇത്രയും നല്ലൊരു തീരുമാനം ഇത്ര പെട്ടെന്ന് ചേച്ചി എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മാത്രമല്ല, എടുത്തു ചാടി അമ്മ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം അമ്മയുടെ ഇഷ്ടം. ഞാൻ തീരുമാനിച്ചതിന് മാറ്റമില്ല. എന്റെ ഈ തീരുമാനമനുസരിച്ച് 30% ഷെയർ ഞാൻ ഗംഗയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. വക്കീലേ, മാഡം, ഇതനുസരിച്ചുള്ള പേപ്പേഴ്സുകളെല്ലാം നിങ്ങൾ റെഡിയാക്കിക്കോണം. എത്രയും പെട്ടെന്ന് വേണം. ഓക്കെ മാഡം. പൊയ്ക്കോ. എന്നെ അനുഗ്രഹിക്കണം ആന്റി. നല്ലത് മാത്രമേ വരൂ. ആന്റി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോ. താങ്ക് യു ആന്റി. ആനന്ദ്, പിന്നെ എനിക്ക് പേഴ്സണലായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നു അഡീഷണൽ ആയിട്ട് ടേബിളും ചെയറും സെറ്റ് ചെയ്യണമെന്ന്. ആ, താങ്ക് യു സോ മച്ച്.
മാഡം മാഡത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ചെയ്തു കൊടുക്കണമെന്ന് അഖില മാഡം പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ശരി മാഡം. സർ, ഇത് അർജന്റ് ഫയലാണ്. അതുകൊണ്ട് കണ്ണടച്ച് സൈൻ ചെയ്യണമെന്നാണോ? സോറി സർ. നിങ്ങൾ പോകുന്ന എന്തിനാ? വല്ല പ്യൂൺസിനെയോ ഡ്രൈവേഴ്സിനെയോ അയച്ചാ പോരെ? വലിയ എമൗണ്ടാ മാഡം. അതിനെന്താ? ഡ്രൈവർ ദാസ് എവിടെയുണ്ട്, അയാളെ അയക്കാം. നീ പോയി ദാസിനോട് ഞാൻ വിളിക്കുന്നു പറ. അത് മാഡം, ഇതിനെ കുറിച്ചൊക്കെ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഡ്രൈവർ ദാസ് എല്ലാവർക്കും വിശ്വാസമുള്ള ആളല്ലേ, അയാളെ അയക്കാം. എനിക്ക് പല കാര്യങ്ങളെ കുറിച്ചും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നീ പോയി ആ ദാസിനെ കൂട്ടിക്കൊണ്ടുവാ. ഓക്കെ മാഡം. പണം സൂക്ഷിച്ചോണം. ശരി മാഡം. സൂക്ഷിക്കണം. ഇതുപോലത്തെ അസുഖമുള്ളപ്പോൾ സൈക്കിൾ ഇങ്ങനെ യാത്ര ചെയ്യരുത്. സൈക്കിൾ പിടിച്ചുകൊണ്ട് പോയാൽ മതി. ശരിയെന്നാ. താൻ പോടോ. നിൽക്കാവിടെ.
ഈശ്വരൻ. അതിൽ ദാസിന്റെ പേരിൽ ഒരു 10 ലക്ഷവും കല്യാണിയുടെ പേരിൽ 20 ലക്ഷവും ഉടൻ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതെന്താ മാഡം, അവരുടെ പണം തട്ടിയെടുത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇടുന്നത്? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ മാഡം, ഓക്കെ. ആനന്ദ്, അടുക്കളക്കാരിയിൽ നിന്നല്ല പുതിയ പ്രശ്നം ആരംഭിക്കുന്നത്, അവളുടെ അച്ഛനിൽ നിന്നാ. നേരിടാൻ തയ്യാറായിക്കോ. അതെ ആന്റി, പാഴ്വാക്ക് പറയാറില്ല പ്രിയങ്ക. ആന്റി സന്തോഷത്തോടെ പോയിക്കോ. പ്രിയങ്കയ്ക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അയ്യോ, ഈ ഒരു വാക്ക് മാത്രം മതി പ്രിയങ്കെ. അഖിലയെ വിറപ്പിച്ച പ്രിയങ്കയുടെ വാക്ക് വിലാസിനിക്ക് എന്നും വിശ്വാസം തന്നെയാ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ പ്രിയങ്കെ. ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തോ ദാസേട്ടാ? എന്താ ദാസേട്ട ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നേ? സുഖമില്ലേ? മാഡം, എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മാഡം. എന്താ ദാസേട്ട ഇത്? ക്ഷമിക്കണമെന്നൊക്കെ പറയാൻ ദാസേട്ട എന്നോട് എന്ത് തെറ്റാ ചെയ്ത്? മാഡം, എനിക്കൊരു അബദ്ധം പറ്റി. മാഡം ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ച 30 ലക്ഷം രൂപ മോഷണം പോയി മാഡം. വാട്ട്? എന്താ കേൾക്കുന്നേ? ബാങ്കിലിടാൻ തന്ന 30 ലക്ഷം രൂപ മോഷണം പോയെന്നോ? പോയി. എന്താ ദാസേട്ട ഇത്? 30 ലക്ഷം രൂപയൊക്കെ കൊണ്ടുപോകുമ്പോ ഒരു ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? നിങ്ങൾ പരോപകാരം ചെയ്തു വന്നിട്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് വല്ലാത്ത കഷ്ടകാലമാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല. ഞാൻ ബാങ്കിലേക്കൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ബാങ്ക് മാനേജറാണോ സംസാരിക്കുന്നത്? അതെ, ആരാണ്? ഞാൻ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയായ തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ മൂത്ത മരുമകൾ ഗംഗ. രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നോ? ഇതല്ല എപ്പോഴാ? 10 മിനിറ്റ് മുമ്പാണ് മാഡം. താങ്ക് യു. വെൽക്കം മാഡം. അപ്പോ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷവും മകളുടെ അക്കൗണ്ടിലേക്ക് 20 ലക്ഷവും ക്രെഡിറ്റ് ചെയ്തിട്ട് അത് കള്ളന്മാര് കൊണ്ടുപോയെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു മാന്യൻ. വാ ഇങ്ങോട്ട്. മാഡം, എനിക്കൊന്നും അറിയില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിരപരാധിയാണ്. മിണ്ടരുത്. തന്റെ അക്കൗണ്ടിൽ 10 ലക്ഷവും തന്റെ മകളുടെ അക്കൗണ്ടിൽ 20 ലക്ഷവും ഡെപ്പോസിറ്റ് ആയെന്ന് എന്നെ ഇപ്പൊ ബാങ്ക് മാനേജറെ വിളിച്ചു പറഞ്ഞത്. അതും 10 മിനിറ്റ് മുമ്പ്. അച്ഛനും മകളും കൂടി 30 ലക്ഷം രൂപ കട്ടെടുത്തിട്ട് എന്റെ മുമ്പിൽ വന്ന് ന്യായം പറയുന്നു. ദൈവത്താണ് സത്യം, ഞാനും എന്റെ മോള് നിരപരാധികളാ മാഡം. ഞങ്ങള് പണം മോഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. തന്നെ ഞാൻ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. പുറത്തു പോടോ. ജോലിയില്ലെങ്കിൽ ഔട്ട് ഹൗസിൽ താമസവും വേണ്ട. തനിക്ക് നാണം വേണമെങ്കിൽ ഈ നാട് വിട്ടു പോയ്ക്കോ. ഇറങ്ങി പോടോ.
ദാസേ. അച്ഛാ, എന്തു പറ്റി അച്ഛാ? സുഖയില്ലേ? ഏയ് ഒന്നുമില്ല. പിന്നെ അച്ഛനെന്താ വല്ലാണ്ടിരിക്കണേ? സുഖമില്ലാത്ത പോലെ. തലവേദന ഉണ്ടോ? മോൾക്ക് തോന്നുന്നതാ. എന്റെ മോളെ എന്നെ ഓർക്കുമ്പോഴാ അച്ഛന് സങ്കടം. അച്ഛനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എന്റെ മക്കളാ. പക്ഷേ ഈ അപമാനം സഹിച്ച് എനിക്കെങ്ങനെ ജീവിക്കാൻ പറ്റും? എന്താ അച്ഛാ? അച്ഛനെന്താ ഇങ്ങനെ നോക്കണേ? എന്തു പറ്റി? ഒന്നുമില്ല മോളെ. അച്ഛനെന്തോ സുഖമില്ലാത്ത പോലെ. ക്ഷീണമുണ്ട് മുഖത്ത്. പാവ അച്ഛൻ. മനുഷ്യന്റെ സങ്കല്പങ്ങളൊന്ന്, ദൈവത്തിന്റെ കൽപ്പനകളും തീരുമാനങ്ങളും മറ്റൊന്ന്. കല്യാണിക്കുള്ള വരനെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ദാസേട്ടൻ നോക്കിക്കോ, ഇതിലും നല്ലൊരു പയ്യനെയാ കല്യാണിക്ക് വിധിച്ചിട്ടുള്ളത്. ഒന്നും വിഷമിക്കേണ്ട ദാസേട്ട. ഒരു നീതിമാനെയും ദൈവം ശിക്ഷിക്കില്ല. ദുഃഖങ്ങളുണ്ടാവും, പക്ഷേ അതിന് പലിശ സഹിതം സന്തോഷവും സമാധാനവും ഈശ്വരൻ തരും. പക്ഷേ ദാസേട്ടൻ ഒരക്ഷരം മിണ്ടിയില്ല. എന്താ അത്? ദാസേട്ടന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുക. വേണ്ട, എന്നോട് പറയണ്ട. എല്ലാം കേൾക്കുന്നവനാ ദൈവം. ദാ അവിടെ വന്ന് ദൈവത്തോടെല്ലാം മനസ്സ് തുറന്നു പറഞ്ഞോളൂ, പരിഹാരം ഉണ്ടാവും. ആനന്ദിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്റെ മനസ്സറിയാവുന്നവനവൻ. ഞാനും എന്റെ മകനും തമ്മിൽ ഒരു കാരണവശാലും ഒരു പിണക്കം വരാനിടവരുത്തല്ലേ ദേവി. ഗംഗയ്ക്ക് ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അവൻ ജീവിതത്തിൽ ആദ്യമായി എന്നെ എതിർത്തു. ഇനി അതുണ്ടാകരുതേ. അഖിലാമ്മയുടെ എന്നെ കാണുന്നത് ഞാനും അങ്ങനെ തന്നെയാ ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ എനിക്ക് മരിക്കണം. ഞാൻ മരിച്ചാൽ പാവപ്പെട്ട എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. അവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. കാക്കണം അമ്മേ. എല്ലാ കാര്യങ്ങൾക്കും നീ തന്നെ പരിഹാരം കാണിച്ചു തരണം.
ഗംഗയ്ക്ക് ഞാൻ ഷെയർ കൊടുക്കാം. ഇതാണ് സംഭവിച്ചത്. അല്ല, ഇവരുടെയൊക്കെ അക്കൗണ്ട് നമ്പറുകൾ എങ്ങനെ കിട്ടി? ആ, അതൊക്കെ ഞാൻ കളക്ട് ചെയ്തു. 10 ലക്ഷം രൂപ ദാസിന്റെ അക്കൗണ്ടിലും 20 ലക്ഷം രൂപ കല്യാണിയുടെ അക്കൗണ്ടിലും ഡെപ്പോസിറ്റ് ചെയ്തു. കൊട്ടേഷൻകാരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത്. അയ്യോ, നാണം കെട്ട വെളറി ആ ദാസിന്റെ ഒരു പോക്ക് കാണുന്നായിരുന്നേ. സൂപ്പർ ഗംഗേ. ഹോ, സമ്മതിക്കാതെ വയ്യ. അങ്ങനെ അഖിലയുടെ വിശ്വസ്തനും ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരുന്ന ഡ്രൈവർ ദാസ് ഒരു പെരും കള്ളൻ. ഈ പറയുന്നത് അമ്മ ഇവിടെ വന്നിരുന്നോ? അഖില മാഡം അല്ല സർ, ഗംഗ മാഡം. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ്? ഗംഗ ദാസേട്ടനെ പിരിച്ചുവിട്ടെന്നോ? എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറ് പോയി കഴിഞ്ഞപ്പോ ഇവിടെ ചില സംഭവങ്ങളുണ്ടായി. ആ പാവം ദാസേട്ടൻ വളരെ നല്ല മനുഷ്യനാ. അദ്ദേഹത്തെ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഗംഗ മാഡം തല്ലി. What? ഗംഗ ദാസേട്ടനെ തല്ലിയെന്നോ? അതെ, അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും മാനിക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലി. ഞങ്ങൾക്കൊക്കെ സങ്കടമായിപ്പോയി സർ. തന്നെ ഞാൻ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഇറങ്ങി പോടോ. Get out, I say. നമുക്കൊക്കെ വിഷമമായി സർ. നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി തകർന്നതുപോലെ ഓഫീസ് വിട്ടു പോയേ. ഗുഡ് മോർണിംഗ്. വരൂ വരൂ, ഇരിക്കൂ. താങ്ക് യു. ഞങ്ങൾ സാറിനെ കാത്തിരിക്കുകയായിരുന്നു. റെക്കോർഡുകളെല്ലാം ശരിയായോ? മുദ്രപത്ര എഗ്രിമെന്റും റെഡിയല്ലേ? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി അഖില മേഡം ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ചേച്ചി ഒന്ന് ക്ഷേത്രം വരെ പോയിരിക്കുക. ഇപ്പൊ എത്തും. വക്കീല് വെയിറ്റ് ചെയ്യൂ. ആയിക്കോട്ടെ. വക്കീലെ, ഐസ് ഇട്ടൊരു ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. എന്തായിരിക്കും പ്രിയങ്ക മാഡം അത്യാവശ്യമായി നമ്മളോട് കാണണമെന്ന് പറഞ്ഞത്? പ്രിയങ്ക മാഡം അല്ലേ, എന്തെങ്കിലും കാരണങ്ങളില്ലാതെ അവർ നമ്മളെ വിളിപ്പിക്കില്ലല്ലോ. ശരി അത് ശരിയാ. താങ്ക് യു മാഡം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചല്ലോ അല്ലേ എല്ലാരും? കഴിച്ചു മാഡം. മാഡം എന്തിനാ വിളിപ്പിച്ചത്?
പറയാം. കല്യാണി, എന്റെ ഒരു പെൻ ബോക്സ് ഷെൽഫിലുണ്ട്, അതിങ്ങെടുത്തിട്ട് വരും. ശരി മാഡം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 30% ഷെയറുകൾ എന്റെ കൈവശം വരും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 30% ഷെയറുകൾ മാഡത്തിന് കിട്ടാൻ പോകുന്നു. അത്ഭുതം, അൺബിലീവബിൾ. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് അഖിലാണ്ടേശ്വരി മാഡം 30% ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. വിശ്വാസമാകുന്നില്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ അത് നടന്നിരിക്കും. എന്തുപറ്റി? പേന തെളിയുന്നില്ലല്ലോ. മേഡം, ഇതാ പേന. ഇല്ല, ഇതെനിക്ക് രാശിയുള്ള പേനയാ. ഏത് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റും ഞാൻ ഇതുകൊണ്ടേ ഒപ്പിടാറുള്ളൂ. ഏത് പൂജ? ആര് കണ്ടു? അടച്ചിട്ട പൂജാമുറിയില്. ഇത് പൂജ തട്ടിയിട്ടൊന്നുമല്ല. ഇത് വല്ല ഭൂതപ്രേത പിശാചുക്കൾ വല്ലതും ആയിരിക്കും. അതെ, അതിന് നീ താഴെ നിൽക്കുമല്ലായിരുന്നോ? ഞങ്ങളുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എപ്പോഴാ നീ മുകളിലേക്ക് വന്നേ?